ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ഒരു കോംബോ റെസിപ്പിയാണ്. നമുക്ക് രാവിലെയോ രാത്രിയോ ഡിന്നറിനായിട്ടും ബ്രേക്ക്ഫാസ്റ്റിനായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ബട്ടർ നാനിൻ്റെയും ബട്ടർ ചിക്കൻ്റെയും റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ എങ്ങനെയാണ് ഇത് ചെയ്യാമെന്ന് നോക്കുക. അതിനായിട്ട് ആദ്യം തന്നെ 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം. പിന്നീട് ആവശ്യത്തിനുള്ള 3/4 ടീസ്പൂണോളം ഉപ്പും 1 ടീസ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തൈരാണ്. അതൊരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിലിരിക്കുകയാണെങ്കിൽ കുറച്ച് നേരം ഒന്ന് പുറത്തിറക്കി വെച്ചതിന് ശേഷം ഉപയോഗിക്കുക. എന്നിട്ടൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ തിരുമ്മിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. നോർമൽ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ 1/2 കപ്പ് വെള്ളത്തിൽ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ 1/2 കപ്പ് വെള്ളം മുഴുവനായിട്ട് വേണ്ടി വന്നിട്ടില്ല. 1/4 കപ്പിലും കുറച്ച് കുറവ് അതിൽ ബാക്കിയുണ്ട് കേട്ടോ. എന്നിട്ട് കയ്യിലൊന്ന് ഓയിൽ തടവിയതിന് ശേഷം ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് മാവ് സോഫ്റ്റ് ആവുന്നവരെ കുഴച്ചെടുക്കണം. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തതിന് ശേഷം ഇത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഏതെങ്കിലും ഒരു ക്ലിംഗ് റാപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രമോ വെച്ചിട്ട് തുണി ആയാലോ ഇട്ടാലും മതി. എന്നിട്ട് 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ ആ 2 മണിക്കൂർ ആകുമ്പോഴേക്കും മാവൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ഒന്ന് കാണാം. അതിനായിട്ട് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 600 ഗ്രാം ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഒന്ന് ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റ് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക കേട്ടോ. 20 മിനിറ്റിന് ശേഷം ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് പാനിലിട്ടിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് വേറെ വേവിക്കലൊന്നുമില്ല. അങ്ങനെ 2 ഭാഗവും നന്നായിട്ട് മുരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ള മസാല വേണമെങ്കിൽ ഇതേ ഓയിലിൽ തന്നെ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ വേറെ കുറച്ച് ഓയിൽ എടുത്തിട്ട് അതിൽ ചെയ്താലും മതി. ഞാൻ വേറെ കുറച്ച് ഓയിലാണ് ചെയ്തെടുക്കുന്നത്. വേറൊരു പാനിലേക്ക് മാറ്റിയതിന് ശേഷം 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂണോളം ബട്ടറും ചേർത്ത് കൊടുത്ത് അതൊന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ ഇടയിൽ ചിക്കൻ പൊരിച്ച ഓയിലിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 2 വലിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പിലും കുറവ് കശുവണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിൻ്റെ ഇടയിൽ 1 ടീസ്പൂണോളം ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുവരെയായിട്ട് നമ്മളിതിൽ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂണോളം വൈറ്റ് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും 1/4 ടീസ്പൂണോളം ഗരം മസാലയും 2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലിയും ചേർത്ത് കൊടുക്കുക. തക്കാളിക്കൊക്കെ നല്ല കളർ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ബട്ടർ ചിക്കന് നല്ല കളർ തന്നെ നമുക്ക് കിട്ടും. എന്നിട്ട് മൂടി വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ ഇടയിൽ തക്കാളിയൊക്കെ നന്നായി കുക്കായി വരും. കശുവണ്ടിയൊക്കെ നല്ല കുതിർന്നിട്ടുണ്ടാവും. എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ചൂടാറിയിട്ട് ഇത് നന്നായിട്ട് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം. മിക്സിയിൽ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. എന്നിട്ട് ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് അതേ പോട്ടിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തേക്കാം. പരമാവധി നല്ല രീതിയിൽ തന്നെ പിഴിഞ്ഞെടുക്കുക കേട്ടോ. എന്നാലാണ് അതിൻ്റെ എല്ലാനും
ആ ഒരു മിക്സിലേക്ക് നമുക്ക് കിട്ടുള്ളൂ. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടറും 1/4 കപ്പിൽ കുറവ് 3 ടേബിൾ സ്പൂണോളം നല്ല ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 7-8 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിൻ്റെ ഇടയിൽ 1 ടീസ്പൂണോളം കസൂരി മേത്തി അതൊന്ന് കൈകൊണ്ട് നന്നായി പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെന്തായാലും ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുക, എന്നാലാണ് നല്ലൊരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടുള്ളൂ, റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റിൽ. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ തിളച്ച് തുടങ്ങുമല്ലോ, ഒരു 7 മിനിറ്റ് എന്തായാലും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഗാർണിഷിങ്ങും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഫ്രഷ് ക്രീം ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കസൂരി മേത്തി നമ്മുടെ കയ്യിലൊന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ വളരെ എളുപ്പമായിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് നാൻ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചേക്കാം. അപ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ മാവ് നല്ല അടിപൊളിയായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഒരുപാട് ബലം കൊടുത്ത് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും മാവ് ഇരിക്കുന്നത്. ഇങ്ങനെ വലിച്ച് ഉള്ളിലേക്ക് അങ്ങനെ ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് അതിൽ നിന്ന് ഓരോരോ ബോൾസ് നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ ഇങ്ങനെ എടുക്കില്ലേ, അതുപോലെ തന്നെ ആക്കി എടുക്കാവുന്നതാണ്. എനിക്കൊരു 7 മീഡിയം സൈസ് ബോളാണ് ഈ 2 കപ്പ് മൈദയിൽ കിട്ടുന്നത്. എന്നിട്ട് ഈ ബോളൊന്ന് നന്നായിട്ട് ഷേപ്പാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. വളരെ എളുപ്പമായിട്ട് തന്നെ പരത്തിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചൊന്ന് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുന്നവർക്ക് അങ്ങനെയാക്കാം. ഓവൽ ഷേപ്പിലാണ് കൂടുതലും നമ്മുടെ ബട്ടർ നാൻ ഇരിക്കുന്നത്. അപ്പോൾ ഞാനൊരു ഓവൽ ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. ബോൾ കൈകൊണ്ടൊന്ന് ആദ്യം പരത്തിയതിന് ശേഷം അത്യാവശ്യത്തിനുള്ള പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഓവൽ ഷേപ്പിൽ നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. എന്നിട്ട് അത് പരത്തിയെടുത്തിട്ട് അതുപോലെ തന്നെ നമുക്ക് തവയിലേക്ക് ഇട്ട് കൊടുത്തേക്കാം. നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കാം കേട്ടോ, കുറച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് കുക്കായി കിട്ടും. അങ്ങനെ ഒരു മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഇങ്ങനെ ബോൾസ് വന്ന് തുടങ്ങും കേട്ടോ. ആ ബോൾസ് വന്ന് തുടങ്ങുന്ന സമയം നമുക്ക് ആ റൊട്ടി എടുത്തിട്ട് നമുക്കതിൻ്റെ സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചൊന്ന് പൊള്ളിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേപോലെ തന്നെ കിട്ടും. ആ ചൂടോടെ തന്നെ നമുക്ക് അതിലേക്ക് ആ ബട്ടറും മല്ലിയിലയും മിക്സ് ചെയ്ത് വെച്ചല്ലോ, ആ മിക്സ് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നാലാണ് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ വളരെ എളുപ്പമായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതേ മെത്തേഡിൽ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ആക്കാനൊന്നും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളി സോഫ്റ്റും ആണ്, നല്ല കാണാനും കഴിക്കാനെല്ലാം നല്ല അടിപൊളിയാണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.